ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണമായിട്ട് ചെറിയൊരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ഞാൻ എൻ്റെ സ്കിന്നൊക്കെ എൻ്റെ ഫേസൊക്കെ കഴുകി ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഞാൻ തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നല്ല അത്യാവശ്യം ഇവിടെ നല്ല ചൂടും നല്ല ക്ലൈമറ്റൊക്കെ നല്ല എന്താ പറയുക നല്ല ഉഷ്ണത്തിലിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺസ്ക്രീൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ലാക്ടോകലാമിൻ്റെ സൺസ്ക്രീനാണ്. നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അഫോർഡബിൾ റേറ്റുമാണ്, എന്നാൽ നല്ല കിടുക്കാച്ച് റിസൾട്ട് നമുക്ക് തരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് എൻ്റെ നെക്കും എൻ്റെ ഫേസും എൻ്റെ ചെവിയൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോവല്ലേ. അപ്പോൾ ചെവിയിലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി മേക്കപ്പ് തുടങ്ങാം. എന്നിട്ട് ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് അബ്സോർവ് ആവുന്ന പോലെ തന്നെ നമ്മുടെ ചുണ്ടിനും കുറച്ച് അബ്സോർവ് ആവണമല്ലോ, മോയ്സ്ചറൈസിനൊക്കെ വേണം. അപ്പോൾ ആ ഒരു പെട്ടിക്കകത്തുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ മേക്കപ്പിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാനത് ചെറിയൊരു പാലറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ ഒരു ബ്രഷും ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ഡാർക്കായിട്ടൊന്നും ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഐ ഷേഡ് പാലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിനി നമ്മുടെ കണ്ണൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്താൽ അത്ര പോരാ. അപ്പോൾ അതിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എടുപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ എനിക്ക് കളർ കറക്റ്റിൻ്റെ ഒന്നും ആവശ്യം ദൈവം സഹായിച്ച് വേണ്ട. പിന്നെ എൻ്റെ കണ്ണിനടി ചെറിയൊരു ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. ഇപ്പോൾ ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു നമ്മൾ ലേറ്റൊക്കെ ആവുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് കളർ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഇപ്പോൾ ആ പ്രോഡക്റ്റ് ഒന്നും ഇപ്പോൾ എൻ്റെ ഇല്ല. ഇപ്പോൾ അത്യാവശ്യം എൻ്റെ സ്കിന്നൊക്കെ ഒരു ഈവൻ ടൂണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ എൻ്റെ ഈ ഒരു ഇതില്ലേ നമ്മളിങ്ങനെ ചരിച്ചു വിരിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ സൈഡ് വഴിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഐബ്രോസിൻ്റെ മേളിലും താഴെയൊക്കെ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൺസീലർ ഉണ്ടെങ്കിൽ നല്ലതാണ്. കൺസീലർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് അതങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ മെബിലിൻ്റെ തന്നെ ഒരു കാജൽ വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ വാട്ടർ ലൈൻ നല്ലപോലെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ ഒരു ഓണം മേക്കപ്പ് ലുക്കൊക്കെ ആയതുകൊണ്ട് കണ്ണൊക്കെ നല്ല എറിച്ച് നിൽക്കണമല്ലോ, അതുകൊണ്ടാട്ടോ താഴെ മേളിലൊക്കെ എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മേയുടെ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ, അതായത് ഞാൻ താഴെ മേളിൽ എഴുതിയ ലൈനർ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ ഒട്ടും തന്നെ കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡാസിലറിൻ്റെ നമ്മുടെ എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയല്ലോ, മസ്കാരയാണ് കേട്ടോ. മസ്കാര ഇട്ട് കൊടുത്ത്, കാരണം ഈ പ്രൊഡക്റ്റൊക്കെ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴൊന്നും ഇടാറില്ല. എന്നിട്ട് ഫൗണ്ടേഷനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ബ്ലഷ് ഇടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹൈലൈറ്ററും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മൂക്കിൻ്റെ മണ്ടക്കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ചിന്നിൻ്റെ അവിടെയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബ്ലഷും ഹൈലൈറ്ററും കൂടെ ഒന്നിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു തിളക്കം, ആ ഒരു എടുപ്പ് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ രണ്ടും രണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മുടെ ഇങ്ങനെ ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കേർവിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു പിങ്ക് ഷെയ്ഡും ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതിൻ്റെ അകത്ത് ഒരു ചെറിയ ന്യൂഡ് കളറും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ലൊരു അടിപൊളി ഷെയ്ഡ് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും നമ്മുടെ ലൈറ്റിൻ്റെ അടിയിലായതുകൊണ്ട് അത്ര എന്താ പറയുക, ഫുൾ ബ്ലാക്ക് വൈറ്റൊക്കെ നമ്മുടെ പെയിൻ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ സ്കിന്നിന് അത്ര അടുത്തറിയുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജനലിൻ്റെ സൈഡിലോട്ട് പോട്ടോ. ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. കാരണം ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഈ ഒരു ലുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റിയത്. കാരണം അകത്ത് നിന്നപ്പോഴത്തേന് ലൈറ്റിൻ്റെയും ആ ഭിത്തിയുടെ വൈറ്റ് കളറും കൂടെ ഒക്കെ വന്നപ്പോഴത്തേന് വേറൊരു ഷെയ്ഡായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഇപ്പോൾ ഫുള്ളായിട്ട് കാണാൻ
കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ല ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട് കട്ടൻ മാറ്റിയിട്ടുള്ള നാച്ചുറൽ ലൈറ്റിൽ നിന്നുള്ള എൻ്റെ സ്കിൻ ടോണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മേക്കപ്പ്. ഒരുപാട് കൂടുതലില്ല, എന്നാൽ നല്ല രസമായിട്ട് എനിക്കും ഫീൽ ചെയ്തു. കണ്ണൊക്കെ കണ്ടില്ലേ, നല്ല രസമില്ലേ? നമ്മുടെ ഷെയ്ഡ് നോക്ക്, ലിപ്പിൻ്റെ അതും നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം. അടിപൊളിയായിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ സാറക്കുട്ടി സൈഡിൽ നിന്നിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയ അനക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മുടിയില്ലാത്തൊരൊട്ടും വിഷമിക്കേണ്ട, ചെറിയൊരു വിഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു ചെറിയൊരു വിഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതാ വളയൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചാട്ടോ. മാല നാട്ടിൽ നിന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പം അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.